കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ മിഠായി തെരുവിനെ പറ്റി മാറ്റി നിർത്താൻ ഒന്നും പറയാനാവില്ല. അങ്ങനെ റമദാൻ കാലത്തും മിഠായി തെരുവ് ചില പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ്. നോമ്പ് കാലത്തെ സൗഹാർദ്ദവും സന്തോഷവും പുണ്യവും വിളംബരം ചെയ്ത് മിഠായി തെരുവ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മിഠായി തെരുവ് കൂട്ടായ്മയാണ് കഴിഞ്ഞ ദിവസം സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. നോമ്പുകാലത്തിന്റെ കോഴിക്കോടൻ പെരുമ വിളിച്ചറിയിച്ച് മിഠായി തെരുവ് കൂട്ടായ്മയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. കോഴിക്കോടിന്റെ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ മിഠായി തെരുവിലെ മതേതര കൂട്ടായ്മകളുടെ സൗഹാർദ്ദവും സന്തോഷവും ഐക്യവും വിളിച്ചോതുന്ന സമൂഹ നോമ്പുതുറയാണ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി നോമ്പുതുറ സംഘടിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് മിഠായി തെരു നോമ്പുതുറ കൂട്ടായ്മയുടെ സംഘാടകർ. ഈ കോഴിക്കോടിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ചരിത്രം മാത്രമാണ്. കാരണം എങ്ങനെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക, പക്ഷെ അത് സ്നേഹത്തോടെ കൊടുക്കുമ്പോഴാണ് അത് ഭക്ഷണം രുചിയോടെ കഴിക്കാനും മനസ്സിന് സംതൃപ്തിയാവുള്ളൂ. അത് ഈ ജില്ലക്ക് മാത്രമുള്ള പ്രത്യേകത. ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നാൽ എവിടെ മിസ് ചെയ്യുകയാണെങ്കിലും മിഠായി തെരുവ് മിസ് ചെയ്യൂല. കാരണം മിഠായി തെരുവിൽ ഒരു കാല് കുത്തിയിട്ട് മിഠായി തെരുവിൽ എന്തൊക്കെ ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തോ ഉണ്ട്. മലബാറിൽ നിന്നല്ല, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു മേഖലയാണ് മിഠായി തെരുവ് എന്നത്. അല്ലെ, കോഴിക്കോടിന്റെ ഭക്ഷണപ്രിയരാണ്. അല്ലെ, ആതിഥേയരെത്തുന്നവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്ന മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. വിവിധ പഴവർഗ്ഗങ്ങളും ലഘുപലഹാരങ്ങളും ജ്യൂസും കുടിവെള്ളവും നൽകിയ സംഘാടകർ നോമ്പുതുറയ്ക്ക് ശേഷം പ്രദേശം മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണമായും ശുചീകരിച്ചു. മിഠായി തെരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ റമദാനിൽ നടത്തിയിരുന്ന സമൂഹ നോമ്പുതുറയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.